ദൈവം നമുക്ക് ഒരുക്കിവെച്ച നന്മയെ തകർക്കാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല. ശത്രു എത്ര തവണ അത് തകർക്കാൻ നോക്കിയാലും അവർ പരാജയപ്പെടും. സങ്കീർത്തനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് അവിടുത്തോട് വിശ്വസ്തരായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ മക്കളായി മാറുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തുടർന്നു വരുന്ന 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അത് ഇപ്രകാരമാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പുതണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. അതുകൊണ്ടു തന്നെ അവിടുത്തെ അനുസരിച്ച് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം അത്ര വലിയ ചുമതലയാണ് ദൈവം നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ പദ്ധതിയെ തകർക്കാൻ ഒരു ശത്രുക്കരത്തിന് കഴിയില്ല എന്നു മാത്രമല്ല, ദൈവം നമുക്ക് വൻ വിജയം നൽകും. തുടർന്നു വരുന്ന വാക്യങ്ങളിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് കർത്താവിന് വേണ്ടി വിവേകത്തോടെ ഭയത്തോടെ ശുശ്രൂഷ ചെയ്യാൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവാൻ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം വരികയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. ഇത് സങ്കീർത്തകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നതാണ്, രാജാക്കന്മാർക്കും ഭൂമിയിലെ അധിപന്മാർക്കും വേണ്ടി. എങ്കിലും ഇവിടെ പറയുന്ന രാജാക്കന്മാരും ഭൂമിയിലെ അധിപന്മാരും നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ ദൈവത്തെ മറന്ന് അവിടുത്തെ കൽപ്പനകൾ മറന്ന് ദൈവത്തിൽ നിന്ന് പലപ്പോഴും അകന്നു പോകാറുണ്ട്. പക്ഷേ കാരുണ്യവാനായ ദൈവം നമ്മളെ മാടി വിളിക്കുന്നു, വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാകാൻ. പാപികളെ സ്നേഹിക്കുന്നവനാണ് അവിടുന്ന്. കാണാതായ ആടിൻ്റെ ഉപമ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ നഷ്ടപ്പെട്ടു പോയ 99 ആടിനെയും ഉപേക്ഷിച്ച് കാണാതായ ഒരാടിനെ തേടിപ്പോകുന്ന ഒരു ഇടയനെ നാം കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഇടയനെന്നു പറയുന്നത് ഈശോയും, നഷ്ടപ്പെട്ടു പോയ ആട് പാപിയും 99 ആടുകൾ നീതിമാന്മാരും എന്ന വസ്തുതയാണ്. 99 നീതിമാന്മാരെക്കാളും ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപിയെ തേടി ഈശോ പോകുന്നു. സങ്കീർത്തനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അതായത് ഈ 2-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. അതുകൊണ്ട് നമ്മളും അവിടുത്തെ മുമ്പിൽ താഴ്മയോടെ അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ച് വ്യാപരിക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്.